പ്രശ്നം എന്ന് പറഞ്ഞാൽ KM ഷാജിക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് ഗോപാൽജി ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? മതം ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായത്. ഇപ്പൊ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇനി മത്സരിക്കാൻ സാധിക്കില്ല, ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ ഒരുപാട് പേര് പ്രബന്ധങ്ങൾ എഴുതി വിടുന്നുണ്ട്. അങ്ങനെയാണോ കാര്യങ്ങൾ? എന്നാൽ കപട മതേതരവാദികൾ എങ്ങനെയാണ്? അവർ ഒരു സ്ഥലത്തേക്ക് മാത്രമേ പോകുള്ളൂ. സമസ്തയുടെ പരിപാടിക്ക് പോകും, SDP-യുടെ ഇഫ്താർ വിരുന്നിന് പോകും, കുംഭമേളയ്ക്ക് പോകില്ല. 50% ഒരു കൂട്ടരാണെങ്കിൽ 50% മറ്റൊരു കൂട്ടരാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഈ രണ്ടു കൂട്ടരെയും പരിഗണിക്കുക എന്നതാണ്. ഒരു കൂട്ടരെ പരിഗണിച്ച് ഒരു കൂട്ടരെ തഴയുന്നതിന്റെ പേര് മതേതരത്വമല്ല, അത് വർഗീയതയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ മലപ്പുറത്ത് ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്താത്തത്? ഇടത് വലത് പാർട്ടികൾക്ക് എന്തുകൊണ്ട് ഇതുവരെ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു ഹിന്ദു കാൻഡിഡേറ്റ് ഉണ്ടായില്ല എന്ന ഗോപാൽജിയുടെ ചോദ്യമാണ് കേസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഗോപാൽജിക്ക് കേസ് വന്ന കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പബ്ലിക് ഒപ്പീനിയന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ അയക്കുന്ന സംഭാവനകൾ കൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത്. ഞങ്ങൾക്ക് നല്ല രീതിയിൽ റിപ്പോർട്ടടി കുറവില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോസിനൊക്കെ റീച്ച് ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. ഒരു കയറ്റവും ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു വരുമാനവും ഇല്ല. അപ്പൊ നമ്മളെ നിങ്ങൾ തുടർന്നും സഹായിച്ചാൽ മാത്രമേ തുടർന്നും നിലനിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെയും, ഇനി അതല്ലാത്ത ആളുകൾ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ നമ്മളെ തുടർന്നും സപ്പോർട്ട് ചെയ്യണം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എപ്പോഴെപ്പോഴും പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ KM ഷാജിക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് ഗോപാൽജി ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? മതം ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായത് എനിക്ക് ഭയങ്കര ഒരു ഡൗട്ടാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞ വിവാദപരമായിട്ടുള്ള പ്രസ്താവന? ആ വീഡിയോ ഒന്ന് കണ്ടോളൂ. ഗുരുവായൂർ തകർക്കണം, ഗുരുവായൂരപ്പരിൽ വിശ്വസിക്കുന്ന, ഗുരുവായൂർ നടയിൽ നിന്നിട്ട് ഈ ഗുരുവായൂരിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു MLA ഇവിടെ ഉണ്ടോ? വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു MLA, ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് മിത്താണ് എന്ന് പറയുന്ന വേറൊരു MLA. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രവും അതിൻ്റെ ചൈതന്യവും അതിൻ്റെ പരിപാവനത്വവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഗുരുപവനപുരിയിൽ ഈ വിരുദ്ധ സമീപനമുള്ളവരല്ലേ ഇവിടെ MLA-മാരായി വരുന്നത്? എന്തുകൊണ്ട് ഈ പാർട്ടികൾ, ഇടതുപക്ഷവും വലതുപക്ഷവും, ഞാൻ വീണ്ടും 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 ഉന്നയിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വിൽക്കാത്തത്? വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സംഗതിയാണ് പറഞ്ഞത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിം സെന്റർ ആണ് ഗുരുവായൂർ ടെമ്പിൾ എന്ന് പറയുന്നത് അല്ലെ? അതിലാർക്കും സംശയവും തർക്കമൊന്നുമില്ലല്ലോ. ഗുരുവായൂരപ്പനെ ആർക്കും പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം എല്ലാവരെക്കാട്ടിയും പ്രശസ്തനാണ്, PR ഒന്നും ചെയ്യാതെ തന്നെ. അപ്പൊ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് പേര് വരുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഇടത് വലത് പാർട്ടികൾ ഒരു ഹിന്ദു MLA നിർത്തിയില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ചോദ്യം പ്രസക്തമാവുന്നത് എവിടെയാണ്? അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്നത് വിളക്ക് കത്തിക്കുന്നത് ഹറാമാണ് എന്ന് പറയുന്ന ഒരു MLA-യും ഗുരുവായൂർ അമ്പലം മിത്താണ് എന്ന് പറയുന്ന ഒരു MLA-യുമാണ്. അപ്പൊ ഒരു പിൽഗ്രിം സെന്റർ നിലനിൽക്കുന്ന സ്ഥലത്ത് അതിനെ യാതൊരു തരത്തിൽ വിശ്വാസത്തിൽ എടുക്കാത്ത വ്യക്തികളാണ് ജനപ്രതിനിധികളായിട്ട് വരുന്നതെങ്കിൽ ആ പിൽഗ്രിം സെന്ററിനെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും അല്ലെ? ഇപ്പോൾ അവിടെ തീർത്ഥാടകർക്ക് നല്ല രീതിയിൽ സഞ്ചരിച്ച് വന്ന അമ്പലം കണ്ടു പോകാനായിട്ടുള്ള യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല. അത് ചെയ്യാനായിട്ട് ആ സെന്ററിന് വേണ്ടി, അല്ലെങ്കിൽ ഈ അമ്പലത്തിന് വേണ്ടി പ്രത്യേകിച്ച് തീർത്ഥാടന കേന്ദ്രമല്ലേ എന്ന് വിചാരിച്ച് ചെയ്യാനായിട്ട് ഈ MLA-മാർ നിൽക്കുകയില്ല. എന്താണ് കാരണം? അവർക്ക് അതിൽ വിശ്വാസമില്ല. അപ്പൊ വിശ്വാസമുള്ള ഒരാൾ വന്നാലല്ലേ അതിന് ഉന്നതി ഉണ്ടാവുള്ളൂ. ആ ഉന്നതി നമുക്ക് ആവശ്യമല്ലേ? ഇതാണല്ലോ ബേസിക്കലി അദ്ദേഹം പറഞ്ഞ കാര്യം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് വർഗീയതയാണ്. മതമാണ് ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങൾ അധികാരത്തിൽ എത്തേണ്ടത് ഞങ്ങളുടെ മതത്തിന് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് എന്ന് KM ഷാജി പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും പ്രശ്നം വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? ഒരാളും കേസുമായിട്ട് മുന്നോട്ട് പോയില്ല. ഒരു ഇടതുപക്ഷക്കാരനും വന്നില്ല, ഒരു വലതുപക്ഷക്കാരനും വന്നില്ല. അതെന്താ കാരണം? ഇടതുപക്ഷം നിലനിൽക്കുന്നത് PDP-യുടെ സപ്പോർട്ടോടുകൂടിയും വലതുപക്ഷം നിലനിൽക്കുന്നത് വെൽഫെയർ പാർട്ടി എന്ന ഉടുപ്പിട്ട് വന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടോടുകൂടിയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് KM ഷാജിക്കെതിരെ പറഞ്ഞാൽ ഇരിക്കുന്ന കസേരയുടെ 4 കാലും പോയി. സ്വന്തമായിട്ട് കാലില്ലാത്തവരല്ലേ ഇവരെല്ലാം, അതുകൊണ്ട് ഇവർക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ഗോപാൽജിക്ക് അതിന്റെ ആവശ്യമില്ലെന്നേ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇനി മത്സരിക്കാൻ സാധിക്കില്ല, ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ ഒരുപാട് പേര് പ്രബന്ധങ്ങൾ എഴുതി വിടുന്നുണ്ട്. അങ്ങനെയാണോ കാര്യങ്ങൾ? അദ്ദേഹം ഇതുവരെ നാമനിർദ്ദേശ പത്രികയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. അതിനുശേഷം ഇതുപോലത്തെ പ്രസ്താവനകൾ ഉണ്ടായാലാണ്. എന്നാൽ തന്നെയും ഈ പ്രസ്താവനയ്ക്ക് എന്താണ് കുഴപ്പം? കുറച്ചുകൂടി ഇതിൽ ഖേദമുണ്ടോ എന്ന് ചോദിച്ചു പോയൊരു മാപ്രയോട് അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ പറഞ്ഞതിൽ 100% വീണ്ടും 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 ഉറച്ചു നിൽക്കും. പരാതി കൊടുക്കുന്നവർക്ക് അത് തോന്നലുണ്ട്, അത് കഴമ്പുണ്ടെന്ന്. പരാതി കൊടുക്കട്ടെ, എനിക്കൊരു വിഷയമില്ല. ഞാൻ പറഞ്ഞതിനകത്തുനിന്ന് 1 ഇഞ്ച് ഞാൻ പുറകോട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രമുഖ മുസ്ലിം പണ്ഡിതന്റെ
യാത്രയിൽ ഈ ചാവക്കാട് ഇവിടുത്തെ അബ്ദുൾ ഖാദർ അടക്കം ഇവിടുത്തെ പ്രതാപനടക്കം ഇവിടുത്തെ മുഴുവൻ ഇടതുപക്ഷവും വലതുപക്ഷവും ക്യൂ ആയിരുന്നു. എന്തേ തിരുനാവായിലെ കുംഭമേളയിൽ ഒരാൾ തിരിഞ്ഞു നോക്കാഞ്ഞത്? എല്ലാവരെയും വിളിച്ചല്ലോ, എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ലാന്നേ? അതാണ് മതേതരത്വം. ഇവിടെ പോകുന്നവർ അവിടെയും പോകണം, അപ്പം മതേതരത്വമാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്താണ് മതേതരത്വം? മതേതരത്വം എന്നാൽ ഒരു ജനപ്രതിനിധി, മതേതരത്വമുള്ള യഥാർത്ഥ മതേതരത്വമുള്ള ഒരു ജനപ്രതിനിധി പള്ളിയിൽ എന്തെങ്കിലും പരിപാടി വെച്ചാൽ പോകും, കാരണം അവിടെ നമ്മുടെ ജനങ്ങളുണ്ട്. അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടി വെച്ചാൽ പോകും, കാരണം അവിടെയും നമ്മുടെ ജനങ്ങളുണ്ട്. മോസ്കിൽ എന്തെങ്കിലും പരിപാടി വെച്ചാൽ പോകും, കാരണം അവിടെയും നമ്മുടെ ജനങ്ങളുണ്ട്. എന്നാൽ കപട മതേതരവാദികൾ എങ്ങനെയാണ്? അവർ ഒരു സ്ഥലത്തേക്ക് മാത്രമേ പോകുള്ളൂ. സമസ്തയുടെ പരിപാടിക്ക് പോകും, SDPയുടെ ഇഫ്താർ വിരുന്നിന് പോകും, കുംഭമേളയ്ക്ക് പോകില്ല. കുംഭമേളയ്ക്ക് പോകില്ലെന്ന് മാത്രമല്ല, കുംഭമേള എന്ന് പറയുന്നത് കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം പുതുതായി BJP കൊണ്ടുവന്ന ഒരു ഹിന്ദുത്വ അജണ്ടയാണ് എന്നുകൂടി ഇവരടിച്ചിറക്കും. ഇതിനെ ഏത് തരത്തിലാണ് നിങ്ങൾ മതേതരത്വം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ആ തത്വചിന്ത പറയുന്ന ഒരുപാട് ആക്ടിവിസ്റ്റുകൾക്കടക്കം ഹിന്ദുത്വയോട് മാത്രമാണ് എതിർപ്പുള്ളത്, ഹിന്ദുത്വയോട് മാത്രമാണ് ഭയമുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഗുരുവായൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ 50% വരുന്നത് ഏത് മതക്കാരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് വർഗീയതയാണെങ്കിൽ സർക്കാരിന്റെ എല്ലാ കോളത്തിൽ നിന്നും മതവും ജാതിയും എടുത്തു മാറ്റേണ്ട സംഗതിയാണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലേ? ജാതി ചോദിക്കരുത്, ജാതി പറയരുത് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഫോമിൽ മാത്രം ജാതി എഴുതി വെച്ചിരിക്കുന്നത്? നമ്മളോട് അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് സർക്കാർ ചെയ്യുന്നത് തെറ്റല്ലേ? അതല്ലേ ആദ്യം ചോദിക്കേണ്ടത്. അത് മാറ്റൂ. ജാതി അടിസ്ഥാനപ്പെടുത്തി സംവരണം നോക്കി ഇലക്ഷൻ സീറ്റ് കൊടുക്കുന്ന സ്ഥലത്തിരുന്ന് പറയുകയാണ് ജാതി ചോദിക്കരുതെന്ന്. മതം നോക്കി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന നാട്ടിലിരുന്ന് പറയുകയാണ് ജാതി ചോദിക്കരുതെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ മലപ്പുറത്ത് ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്താത്തത്? അതുപോലെ തന്നെയാണല്ലോ ഇവിടെയും. നിങ്ങൾ പറയുന്നു ഗുരുവായൂരിൽ 50% മുസ്ലിങ്ങൾ ഉണ്ടെന്ന്, ബാക്കി 50% ആരാണ്? അതും ഗോപാൽജി തന്നെ പറയും. ഒരു 50% ഹിന്ദുക്കൾ കൂടിയുള്ള മുസ്ലിങ്ങൾ കൂടിയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഏത് നിലയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്? ഒരു 50% ഹിന്ദുക്കൾ കൂടിയുള്ള മുസ്ലിങ്ങൾ കൂടിയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഏത് നിലയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്? അപ്പൊ താങ്കൾ മതമല്ലേ ചോദിച്ചേ? താങ്കളിപ്പോ എന്നോട് ചോദിച്ച മതമല്ലേ? അതുകൊണ്ടാ ചോദിച്ചേ. അത് താങ്കൾ ആദ്യം ഞാൻ വളരെ കൃത്യമാത്ത അതാണ് താങ്കളെ പോലുള്ള ആളുകളുടെ ഉള്ളിലുള്ള ആ ചോദ്യം. ഞാൻ തിരിച്ചു പറയുന്നു, 50% ഹിന്ദു ഉള്ള സ്ഥലം. മാപ്പയ്ക്ക് അബദ്ധം പറ്റിയതാണെങ്കിലും സത്യം അതാണ്. 50% ഒരു കൂട്ടരാണെങ്കിൽ 50% മറ്റൊരു കൂട്ടരാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൂട്ടരെയും പരിഗണിക്കുക എന്നതാണ്. ഒരു കൂട്ടരെ പരിഗണിച്ച് ഒരു കൂട്ടരെ തഴയുന്നതിന്റെ പേര് മതേതരത്വമല്ല, അത് വർഗീയതയാണ്. ഇടതു വലത് പാർട്ടികളാണ് അത് ചെയ്യുന്നത്. കണ്ണുള്ളവർ കാണുക, ബോധമുള്ളവർ തിരിച്ചറിയുക എന്ന് പറയേണ്ട പോലെയാണ് കാര്യങ്ങൾ. എന്നാലും ഇവർ ആടിനെ പട്ടിയാക്കി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും BJP ഹിന്ദുത്വം ഒളിച്ചു കടത്തുന്നു, BJP ആൾക്കാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കും, BJP എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ സത്യത്തിൽ ഇവിടെ നടന്ന രണ്ട് സംഗതികളിലേക്ക് തിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് കൊച്ചിയിലെ ഇലക്ഷന്റെ ഇപ്പം ഈ കൊച്ചിയിലെ കാൻഡിഡേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. കൊച്ചിയിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്നറിയുമ്പോഴത്തേക്ക് അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.